പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൻ വാതിൽ അവൻ മകൻ വിശ്വാസം ഇടറിയപ്പോഴ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴ് ഞാൻ പറയും, ഈ മൂത്ത മകൻ ശരിക്കും പറഞ്ഞ ദാവീദിനേക്കാൾ തകർന്നവനാണ് ബൈബിളിലെ. ആരെങ്കിലും ദൈവതിരുസന്നിധിയിൽ നിന്ന് വിട്ടുപോകാൻ തീരുമാനിച്ചാൽ കൊലപാതകവും വ്യഭിചാരവും ഒന്നിച്ച് ചെയ്ത ദാവീദിനേക്കാൾ അവൻ താഴെയാണ്. എന്തെങ്കിലും ഭൗതിക ആനുകൂല്യങ്ങൾ നിനക്ക് കിട്ടിയില്ലെന്നോ കിട്ടാൻ താമസിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിൽ കയറാൻ പോലും മനസ്സില്ലാതെ ദൈവത്തിരുസന്നിധി വിട്ടുപോകാൻ വേണ്ടി മൂത്ത മകൻ തീരുമാനിക്കുമ്പോഴാണ് അപ്പന് പുറത്തു വരേണ്ടി വരണത്. ബുദ്ധിപരമായ നീക്കം അപ്പനെ പുറത്ത് കൊണ്ടുവരാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പനെ പുറത്തു കൊണ്ടുവരാതിരുന്നതാണ് ദാവീദിൻ്റെ വിജയം. എന്താ ദാവീദ് പറഞ്ഞത്? അപ്പാ, എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം വന്നു, എൻ്റെ കുടുംബത്തിൽ നിന്ന് ശാപം മാറത്തില്ലെന്ന് നീ നാഥാനെ വിട്ട് എന്നോട് പറഞ്ഞ്, അതൊക്കെ ഞാൻ ഏറ്റപ്പാ, അതെൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കും. അപ്പൻ എന്നെ ശിക്ഷിച്ചോ, പക്ഷെ അപ്പൻ എനിക്ക് ഒരു വാക്ക് തരണം. എന്താ? നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അതാണ് പ്രാർത്ഥന. മൂത്ത മകൻ ഇവിടെ തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവണം എന്താണ്? കൊലപാതകം ചെയ്തവനാണ്, ഉറിയായെ കൊന്നവനാണ് ദാവീദ്. പെർശിബായുമായിട്ട് തെറ്റായ ബന്ധത്തിൽ ഏർപ്പെട്ടവനാണ് ദാവീദ്. എന്നിട്ടും ദാവീദ് പോലും പറഞ്ഞില്ല ഞാൻ നിൽക്കത്തില്ല, ഞാൻ പോവുകയാണെന്ന്. മറിച്ച് ദാവീദ് പറഞ്ഞത് എന്താ? അങ്ങയുടെ തിരുസന്നിധി ഇത്രയാണ് എൻ്റെ അവസ്ഥയെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്താണ് ഞാൻ അനുഭവിക്കണമെന്നുണ്ടെങ്കിലും എനിക്കൊന്നു മാത്രമേ അപേക്ഷിക്കാനുള്ളൂ, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, പ്രാർത്ഥനയിൽ എന്നെ നിലനിർത്തണമേ. ഇതിനാണ് വി വാണ്ട് എ മിനിമം ഹോളി സ്പിരിറ്റ്. ഇപ്പോൾ പെന്തക്കോസ്ത് ആരംഭിക്കാൻ പോകുകയല്ലേ, എൻ്റെ മക്കൾ മനസ്സിലാക്കണം. എന്തിനാണ്? ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോലും നമുക്ക് ഉപദേശം തരുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് എന്നെ അങ്ങയുടെ തിരുസന്നിധിയിൽ തള്ളിക്കളയരുത്, എൻ്റെ പരിപാവനെ എന്നെ എടുത്തു കളയരുതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അംബാസിഡറായിട്ടുള്ള പ്രതിനിധിയെ, നമ്മുടെ പരിപാവനെ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ വിൽ ബി ഓട്ടോമാറ്റിക്കലി ഔട്ട്. നമ്മൾ പുറത്താകും. പ്രാർത്ഥനയിൽ പുറത്താകും, വിശ്വാസത്തിൽ പുറത്താകും, ദൈവസ്നേഹത്തിൽ പുറത്താകും. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് എന്നെ അങ്ങനെ നിന്ന് എടുത്തു കളയരുത്, എൻ്റെ പ്രാർത്ഥനാ ജീവിതം അവസാനിപ്പിക്കരുത് എന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിനെല്ലാം മറുപടിയുടെ അപ്പൻ എന്നാ പറയണത്? എൻ്റെ മകനെ, അതാണ് ലൂക്കാ 15:29-30. എൻ്റെ മകനെ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. ഇതാണ് അച്ഛൻ ആദ്യം പറഞ്ഞത്. എന്താണ്? നമുക്ക് ദൈവത്തിൽ നിന്ന് രണ്ട് ആനുകൂല്യങ്ങൾ, ഫേവേഴ്സാണ് കിട്ടാനുള്ള സാധ്യത. ഒന്നെന്താണ്? ദൈവത്തിൻ്റെ ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങൾ, ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ. രണ്ടാമത്തത് ഇത് ഗോഡ് ഹിംസെൽഫ് ബൈ പേഴ്സൺ പ്രസൻസ്. എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെ. എപ്പോഴെങ്കിലും എൻ്റെ മക്കൾക്ക് ശ്രദ്ധിക്കണം, എപ്പോഴെങ്കിലും എൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ ഭൗതിക ആനുകൂല്യങ്ങൾ കുറയുന്നുവെന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമായ ഫിസിക്കൽ പ്രസൻസ്, ദൈവത്തിൻ്റെ തനി സാന്നിധ്യം തന്നെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളോ ഇഫക്റ്റോ ആയിട്ടുള്ള വിഷയങ്ങൾ, അത് ഭൗതിക ആനുകൂല്യങ്ങൾ, ബ്ലെസ്സിങ്സ്, ഫിസിക്കൽ ഫേവേഴ്സ്
കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിന്നെ ദൈവം കൈവിട്ടു എന്നല്ല, മറിച്ച് ആനുകൂല്യത്തെക്കാൾ ഉപരി, അനുഗ്രഹത്തെക്കാൾ ഉപരി ദൈവം തന്നെ നിന്റെ കൂടെ വസിക്കുന്നു എന്ന് കൈയടിച്ചു കണ്ടാണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സൈന്യത്താലല്ല കർത്താവേ, ദൈവത്തിന്റെ ആത്മശക്തിയാലാണ് കർത്താവേ. അവിടുത്തെ വചനത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ വിഷമതകളുടെ മേൽ, ഞങ്ങളുടെ സങ്കടങ്ങളുടെ മേൽ, ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ മേൽ ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം ചെരിയട്ടെ. കരങ്ങൾ ഉയർത്തി നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സാന്നിധ്യമാണ് ഏതെങ്കിലും കാരണവശാൽ ഇപ്പം നമ്മൾ പ്രയോറിറ്റി നിശ്ചയിക്കത്തില്ലേ, നമ്മളുടെ 6 കാര്യങ്ങൾ ഉടമ്പടി നമ്മൾ വെക്കത്തില്ലേ, ഇല്ലയോ? ഇപ്പം ഇന്നത്തെ സാക്ഷ്യം എന്നാ, 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ തന്നെ നടന്നു, പലർക്കും 6 കാര്യങ്ങൾ നടന്നു, അല്ലേ? പക്ഷെ ചില ആൾക്കാർക്ക് അവർ വെക്കാത്ത കാര്യങ്ങൾ എക്സ്ട്രാ നടന്നു എന്ന് പറയും, ഇല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണത്? ദൈവം മുൻഗണന നിശ്ചയിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ബുദ്ധിയുടെ പരിമിതി കൊണ്ട് മുൻഗണന നിശ്ചയിച്ചപ്പോൾ അതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യം പുറത്തു പോയി. അത് ദൈവം എടുത്ത് അകത്ത് വെച്ചിട്ട് ദൈവത്തിൻ്റെ മുൻഗണനയിലാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത്. ദൈവത്തിൻ്റെ മുൻഗണനയിൽ ഏറ്റവും വലിയ മുൻഗണന എന്താണ്? ബൈ പേഴ്സൺ പ്രസൻസ് ആണ്. ഉടമ്പടി കഴിഞ്ഞപ്പോൾ മോസസ് പറഞ്ഞത്, ഉടമ്പടി കാലത്ത് ഉടമ്പടിയിൽ ഇരിക്കുന്ന ജനത്തിൻ്റെ ഭൗതിക ആനുകൂല്യങ്ങൾക്ക് ഒരു കാലതാമസം വന്നപ്പോൾ മോസസ് കണ്ണീരോടെ നിന്ന് ദൈവത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ജനം അങ്ങയുടെ സ്വന്തമാണെന്ന് ഓർക്കണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തമാക്കും. ഈ സ്വന്തമാകണത് കൊണ്ടാണ് ദൈവം മോസസിനോട് പറയണത്, ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരാമെന്ന്. ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരാമെന്ന് ദൈവം പറയണതിന് കാരണം എന്താണ്? മോസസ് ദൈവത്തോട് പറയും, എന്ത് പറയും? ഈ ജനം ഉടമ്പടി പ്രകാരം അങ്ങയുടെ സ്വന്തമാണെന്ന് ഓർക്കണമേ എന്ന്. അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വ്യത്യസ്തരാകും. അതാണ് 33:16 പുറപ്പാടിൻ്റെ പുസ്തകം. എന്താ കാര്യം എന്നറിയാവോ? ഫറവോൻ്റെ രാജധാനി ചെന്ന് മോസസ് എന്തടയാളം, വാട്ട് സൈൻ യു ഹാവ്, വാട്ട് ഈസ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് ഫറവോൻ ഈ മനുഷ്യനോട് ചോദിക്കും, ആരാണ് നിങ്ങളുടെ ദൈവം, എന്താണ് അടയാളം എന്ന് ചോദിക്കുമ്പോഴേ മോസസ് ഈ അംശപടി താഴെയിടും. അംശപടി താഴെ ഇടുമ്പോൾ എന്നാ പറ്റും? അത് പാമ്പായി മാറും, ഇല്ലേ? അപ്പോഴുടനെ മന്ത്രവാദികളും വന്നിട്ട് അംശപടി താഴെ ഇടും, അവരും പാമ്പായി മാറും. അപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ദൈവത്തിന് ലഭിക്കുന്ന ഫിസിക്കൽ ഫേവേഴ്സ് അല്ല നമ്മൾ വ്യത്യസ്തമാക്കണത്. അത് മനസ്സിലാക്കി മോസസ് പറയും, നിന്റെ ഭൗതിക ആനുകൂല്യങ്ങളല്ല ഞങ്ങളെ ഉടമ്പടി പ്രകാരം മറ്റ് ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കണത്. ഞങ്ങൾ PSCക്ക് ജയിക്കുന്നു, അവരും ജയിക്കുന്നു. ഞങ്ങൾ കച്ചവടത്തിന് ഞങ്ങൾക്ക് മേൽക്കൈ കിട്ടുന്നു, അവർക്കും കിട്ടുന്നു. then what difference? No difference. what is the difference? what will be the difference? your presence. നിന്റെ സാന്നിധ്യമായിരിക്കണം. അതാണ് 33:16. അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നാൽ, എൻ്റെ മക്കളെ, അനുഗ്രഹങ്ങൾ എത്രയോ പേർക്ക് കിട്ടുന്നുണ്ട്, ഭൗതിക ആനുകൂല്യങ്ങൾ. പക്ഷേ നമ്മൾ വ്യത്യസ്തമാക്കുന്നത് ആരാണ്? അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നാൽ ദൈവത്തിൻ്റെ ഭൗതികമായ ആനുകൂല്യങ്ങളുടെ സമയം കുറയുകയും അനുഗ്രഹം താമസിക്കുകയും ചെയ്യുമ്പോൾ ഉടമ്പടി ഉറപ്പാക്കുന്ന ഒരു സത്യമുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ വരും. നിങ്ങളുടെ വിഷയം വ്യക്തിയൊക്കെ വലുതാകുമ്പോഴാണ്, ആ വിഷയത്തെ അതിജീവിക്കാൻ വ്യക്തിക്ക് പറ്റാതെ വരുമ്പോഴാണ് ബൈബിൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്തുന്നത്. കൈ അടിച്ചു കിടത്താണ്. ഉടമ്പടി പ്രാർത്ഥനയെ സമർപ്പിക്കുന്ന കർത്താവേ, ഉടമ്പടി ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവേ,
ചെയ്യാനിരിക്കുന്നവരെ സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവേ ഞങ്ങളുടെ കൂടെ വരും. പുറപ്പാട് 14:14 ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. വരും നിതാ ഞങ്ങൾ അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് അരൂപിയാൽ നിറയാൻ കവിയാൻ വരും നിതാ ഞങ്ങൾ അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. കരങ്ങൾ വീശിക്കൊണ്ട് നിങ്ങൾ അയച്ചിടും മമതാതൻ സത്യാത്മാവിനെ എന്നും എല്ലാവരും അനാഥരായി വിടുകയില്ല. അറിഞ്ഞുകൊള്ളും നിങ്ങൾ അയച്ചിടും മമതാതൻ സത്യാത്മാവിനെ എന്നും അരൂപിയായി നിറയാൻ കവിയാൻ. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് കൈകൾ ഉയർത്തി ദൈവത്തിന്റെ ശക്തി നിറയട്ടെ, ദൈവത്തിന്റെ കൃപ ചൊരിയട്ടെ. അഭിഷേകം ചെയ്ത ഭാഷാപരത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഭാഷാപരത്തോടെ എല്ലാ കാലങ്ങളിലും എല്ലാ ദേശങ്ങളിലും ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നവര്, ഈശോ ഭൂഖണ്ഡങ്ങളിൽ പ്രാർത്ഥിക്കുന്നവര്, വിവിധ ജില്ലകളിലെ സംസ്ഥാനങ്ങളിൽ പ്രാർത്ഥിക്കുന്നവര്, അവരവരുടെ സമയങ്ങളിലെല്ലാം കർത്താവേ യൂട്യൂബിലൂടെ ധ്യാനം കൂടി പ്രാർത്ഥിക്കുന്നവര്, ഈശോ 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 ആരെല്ലാം എവിടെയെല്ലാം എഴുത്തുമെല്ലാം എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാം പ്രാർത്ഥന താമസിക്കുമ്പോൾ ഉത്തരവാദികൾ സാന്നിധ്യം തന്നെയാണെന്ന് നേരെ പ്രതീക്ഷ നന്ദി പറയുന്ന കർത്താവേ, വിശുദ്ധമായ രക്തത്താൽ മക്കളെ കഴുകണമേ, മക്കളെ തളിക്കണമേ. ആരോഗ്യ രോഗങ്ങള്, തീരാവേദികള്, ഈ ദുരിതങ്ങള് യേശു ക്രിസ്തുവിനെ മാറിക്കൊണ്ട് ഈശോ ഭാഷാപരത്തോടെ ഈശോ 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 വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. 32 കൊല്ലത്തെ കുർബാനയുടെ യോഗ്യതയാൽ സഭയിലെ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തില് പരിശുദ്ധമ പ്രത്യക്ഷപ്പെട്ട ദൈവമായ ആത്മാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകണം. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഭവനരഹിതന്, ജോലിയില്ലാതെ വെച്ചിരിക്കുന്നവര്, തീരാവേദിയിൽ കഴിയുന്നവര്, ഭർത്താവ് പുതുക്കാൻ കഴിയാതെ വെക്കുന്നവര്, വിദേശ ജോലി തടസ്സങ്ങൾ നേരിടുന്നവര് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഉള്ള സ്ഥാനം മക്കളുടെ അഡ്മിഷൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ ചെയ്യണമേ. രോഗദുരിതങ്ങള്, മരുന്നില്ലാത്ത രോഗികളെ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന. സ്തുതിക്കട്ടെ. എല്ലാ ദുരിതങ്ങളും സമർപ്പിക്കട്ടെ. കടഭാരം മൂലം
വിഷമിക്കുന്നവരെ, കർത്താവേ ബാങ്കിൽ ലോൺ എടുത്തിട്ട് തിരിച്ചടക്കാൻ പറ്റാത്തവരെ, പലിശയില്ല കടങ്ങളിൽ കഴിയുന്നവരെ, കിട്ടാക്കടത്തിൽ വിഷമിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജോലി ഇല്ലാത്തവർക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സാമ്പത്തിക ബാധ്യതയുള്ളവർക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കടം കയറി മുടിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, മാരക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിവാഹം താമസിക്കുന്നവരെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രോത്സാഹിക്കുന്നവരെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, വ്യത്യസ്തങ്ങളായ വിഷയങ്ങള്, വഴിയില്ലാത്തവര്, വീടില്ലാത്തവര്, വെള്ളമില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, സാമ്പത്തിക കർത്താവേ, സമാധാനമില്ലാത്തവര്, മാരക രോഗികള്, യേശുവിന്റെ നാമത്തില് യേശുവിന്റെ കൃപയാൽ നിറയട്ടെ. കരങ്ങളുയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, കിഡ്നി രോഗികളെ സമർപ്പിക്കുന്നു. കർത്താവേ, പുകവലിയിൽ മാറാത്ത വിട്ടുമാറാത്ത അഴക ശീലങ്ങള്, മദ്യപാന പുകവലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നെഫ്രോട്ടിക് സിൻഡ്രോം രോഗികളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഓട്ടിസം ബാധിക്കുന്നവരെ സമർപ്പിക്കുന്നു. മാനസിക രോഗികളെ സമർപ്പിക്കുന്നു. ത്വക്ക് രോഗികളെ സമർപ്പിക്കുന്നു. കർത്താവ്, ലിവർ രോഗികളെ സമർപ്പിക്കുന്നു. കരങ്ങളുയർത്തി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 കർത്താവേ, അസ്ഥിവേദനകളെ സ്പർശിക്കുന്ന കർത്താവേ, കരളിനെ സ്പർശിക്കുന്ന കർത്താവേ, കിഡ്നികളെ സ്പർശിക്കുന്ന കർത്താവേ, കിഡ്നി കല്ലുകള്, ഉത്തരാശയത്തിലെ വേദന, മൂത്രാശയത്തിലെ കല്ലുകള്, പ്ലീഹായിലെ കല്ലുകള്, പാൻക്രിയാസിന്റെ മുഴകള്, സിസ്റ്റ് രോഗങ്ങള്, ഈസ്റ്റോട് രോഗങ്ങള്, പിസ്തുല രോഗങ്ങള്, മാർഗ രോഗങ്ങള് മാറിപ്പോടെ, രക്തസ്രാവങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവേ, കരവേദനകളെ സുഖപ്പെടുത്തുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തില് മാർഗ രോഗങ്ങള്, ജീവവേദികള് മാറിപ്പോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എസ്എസ്എൽസി പാസ്സായ മക്കള്, പ്ലസ് 2 കഴിഞ്ഞ മക്കള്, എന്ത് ചെയ്യണമെന്നറിയാത്തവരെ സമർപ്പിക്കുന്നു. അഡ്മിഷൻ അപേക്ഷിച്ചുള്ളവരെ സമർപ്പിക്കുന്നു. പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാഷാപരത്തോടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തട്ടെ. മുതുകുവേദനകള്, തലമുടി കൊഴിച്ചിലുകൾ കർത്താവ്, കണ്ണിന് രോഗങ്ങള്, ചെവിയുടെ രോഗങ്ങള്, ചെവിയുടെ പഴുപ്പുകള്, കണ്ണിന് തിമിരങ്ങള്, ഈശോ, തൈറോയ്ഡ് രോഗങ്ങള്, ശ്വാസ രോഗങ്ങള്, പിസ്തുല രോഗങ്ങള്, സ്പോണ്ടിലോസിസ് രോഗങ്ങള്, അസ്ഥി രോഗങ്ങള്, രോഗങ്ങള്, കുടുകയപ്പുകളെ കർത്താവേ, യേശുവിന്റെ നാമത്തില് വാദ്യരോഗങ്ങള്, യേശുവിന്റെ നാമത്തില് വാദ്യരോഗങ്ങള് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. കരങ്ങളുയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ ആരാധന, പരിശുദ്ധ പരം ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇടത് ചെവിയിൽ നിന്ന് ചോര വന്നിട്ടുള്ള ഒരു രോഗിയുണ്ട്. ഒരു പ്രാവശ്യം മറ്റേ വന്ന് കാണത്തുള്ളായിരിക്കും. ഒരു പ്രാവശ്യം ചോര വന്നിട്ട് ഇങ്ങനെ കിരിഞ്ഞവിടെ ഒട്ടിയിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെയൊക്കെ ചെവിക്ക് കേൾവിക്കുറവുണ്ട്. വേറെ പഴുപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അങ്ങനെ ഒന്ന് സംഭവിച്ചതിന് ശേഷം ആ ഇടത് ചെവിക്ക് കേൾവിക്കുറവ് സംഭവിച്ചിട്ടുണ്ട്. ആ ചെവിയെ കർത്താവ് ഇപ്പോൾ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. സുടലിയ ഒരു 4 അടിയുള്ള എന്തോ ഏണി പോലത്തെ ഒരു സംഭവം, അതിങ്ങനെ ഭിത്തിയെ ചാരി വെച്ച് മേലോട്ടുള്ള എന്നാ പരിപാടി ചെയ്യാൻ പോകുകയായിരുന്നു. അപ്പോൾ ചവിട്ടിയപ്പോൾ ബാലൻസ് പോയിട്ട് ഇത് തെറ്റി വീണിട്ട് അസ്ഥിക്കുഴകൾക്കെല്ലാം ഡിസ്ലൊക്കേഷൻ വന്നു, അസ്ഥിക്കുഴകൾ പൊട്ടൽ വന്നു. ആ രോഗിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തസ്രാവ രോഗികൾ പ്രാർത്ഥിക്കാൻ പറയുന്നു. രക്തസ്രാവ രോഗികളെ കർത്താവ് സ്പർശിക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന കേസാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അടിവയറ്റ് കൈവച്ച് വിശ്വാസപ്രമാണം ചെല്ലാവുന്നതാണ്. രക്തസ്രാവം കർത്താവ്
ഇപ്പോഴിവിടെ വെച്ച് സുഖപ്പെടുത്തും. അത് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. സ്തുതിയുടെ കർത്താവേ, രക്തസ്രാവ രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവേ, ഉദരാശയത്തിൽ മുഴയുള്ളവരെ, ഗർഭാശയത്തിൽ മുഴയുള്ളവരെ കർത്താവെ സ്പർശിക്കണമേ. അനേകം മക്കൾ നേരത്തെ സാക്ഷ്യം പറഞ്ഞതുപോലെ കർത്താവെ, അനേകർക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ ശരീരത്തിനും മുഴകളും സിസ്റ്റകളും യേശു ക്രിസ്തു നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കോപനീരസ വൈരാഗ്യങ്ങള് വ്യർത്ഥപേക്ഷിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. കോപനീരസ വൈരാഗ്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കുക, പിന്നെ സ്നേഹത്തിൽ സംസാരിക്കാണ്ടിരിക്കുക. അങ്ങനെയുള്ള കോപങ്ങൾ തരം കിട്ടിയാൽ ഏതെങ്കിലും മാർഗങ്ങളിലൂടെ എല്ലാം ഉപദ്രവിക്കാൻ മനസ്സിൽ ചിന്ത വരിക. കോപനീരസ വൈരാഗ്യങ്ങൾ കർത്താവിൻ്റെ നാമത്തെ വ്യർത്ഥപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു. ശരീരം ഷോക്ക് കൊണ്ടോ തീ കൊണ്ടോ ഡയറക്റ്റായിട്ട് തള്ളവെല്ല് പൊള്ളിപ്പോയതിൻ്റെ പേരിൽ മാംസം അഴുകിപ്പോയിട്ടുണ്ട്. പിന്നീട് അതിന് പഴയ സ്വാധീനം വന്നു പോയിട്ടില്ല. ആ തള്ളവിരലെയും കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വിവാഹത്തിற்கு വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന വിവാഹം താമസിക്കുന്നവരൊക്കെ മനസ്സിൽ എപ്പോഴോർത്ത് നിങ്ങളുടെ ജീവിത വിഷയം വാട്ട് എവർ ഇറ്റ് മേ ബി, ചിലപ്പോൾ ചില പ്രയാസങ്ങളിൽ അകപ്പെട്ട് വിവാഹം താമസിച്ച് പോകേണ്ടതാകാം. ചിലപ്പോഴത് സങ്കീർണമായ വിഷയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാകാം. വിവാഹ വേദന അനുഭവിക്കുന്നവരെ, കുടുംബജീവിതത്തിൻ്റെ പരാധീനത അനുഭവിക്കുന്നവരെ പരിശുദ്ധ അമ്മ ഇപ്പോഴേ ഈ സെക്കൻഡിൽ ആ കുടുംബജീവിതത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. കർത്താവ് നിങ്ങളെ സന്ദർശിച്ചിട്ട് സാക്ഷ്യം പറയാൻ സഹായിക്കും. സങ്കടപ്പെട്ടിരിക്കും കുടുംബജീവിതത്തിൽ സങ്കടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ, അവർക്ക് വേണ്ടി നിങ്ങൾക്കറിയാവുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കാവുന്നവരാണ്. മക്കളില്ലാത്തവർക്കും പ്രാർത്ഥിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന ദൈവമേ, സ്തോത്രം കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഭക്ഷണം കഴിപ്പെല്ലാം കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആരോഗ്യം പോയി, ലൂസായി. ഇനിയിപ്പോൾ ഇങ്ങനെ പോകുമായിരിക്കുമോ, ഇങ്ങനെ ശോഷിച്ച് ചത്തുപോകുമായിരിക്കും എന്നൊക്കെ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ കർത്താവ് ഭക്ഷണത്തിൻ്റെ മേൽ അഭിഷേകം നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞരമ്പ് അതായത് ഇപ്പം തണ്ടിയിൽ നിന്ന് താഴേക്ക് വരുന്ന ഞരമ്പുകൾ, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോകുന്ന പ്രിൻസിപ്പൽ വെയിൻസ്, പ്രധാനപ്പെട്ട ഞരമ്പുകളുടെ മേൽ ബ്ലോക്ക് ഉള്ളവരെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തേക്ക് നയിക്കുന്ന സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന ദൈവമേ, സൗഖ്യത്തെ നന്ദി പറയുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. നേരത്തെ പറഞ്ഞ പോലെ 6 എന്ന അക്കം, പിന്നെ 4 എന്ന അക്കം, ഇത് രണ്ടും 2 ഡേറ്റുകളാണ്. ഇതുപോലെയുള്ള ഡേറ്റുകൾ ഇതെല്ലാം ദൈവം ഇടപെടുന്ന ഡേറ്റുകളാണ്. കാര്യം നിങ്ങളുടെ ചില ഡേറ്റുകളാണിത്. ഇപ്പോൾ ഈശോ കാണിച്ചു തന്നിരിക്കുന്നത് യാത്രയുടെ ഡേറ്റാണെന്നാണ് ഇപ്പോൾ പറയണത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങൾക്കും പല ഡേറ്റുകൾ സൂക്ഷിക്കുന്നുണ്ടാകാം. വീട് വെക്കാനോ ഫൗണ്ടർ സ്റ്റോൺ പ്ലേസ് ചെയ്യാനോ ഒക്കെ ഉള്ള ഡേറ്റുകൾ, യാത്രക്കുള്ള ഡേറ്റുകൾ, എക്സാം ഡേറ്റുകൾ, ഇങ്ങനെയുള്ള ഡേറ്റുകൾ ഓർക്കുക. ക്രയവിക്രയ ഡേറ്റുകൾ, കേസ് ഡേറ്റ്, സ്ഥലം അളവിൻ്റെ ഡേറ്റ് എല്ലാം ഓർക്കുക. ഡേറ്റ്, ടൈം എല്ലാം കൃപാസനത്തിലെ പ്രധാനപ്പെട്ട ദൈവാനുഗ്രഹത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥ ശക്തി ഡെലിവറി ചെയ്യുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ഡേറ്റുകൾ നിങ്ങൾക്ക് ഓർക്കാം. കർത്താവെ, അങ്ങയുടെ മക്കൾ വ്യത്യസ്തങ്ങളായ ഡേറ്റുകൾ ഓർക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ നിൻ്റെ ഇടപെടലില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത എല്ലാ സമയസന്ധികളുടെ മേലും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിറയാൻ, അവളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയുണ്ട്. ദൈവത്തിൻ്റെ കൃപയെന്ന് വെച്ച് സമയത്തിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് കർത്താവെ അതിനെ ധന്യമാക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, സമർപ്പിച്ച ഡേറ്റുകളുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രകടമാകണമേ. കർത്താവെ സുദ്ര അഭിഷേകം അത്ഭുതം നടക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. Praise the Lord. Lord Jesus Christ, pour out His Spirit. The fire from Christ. Lord Jesus Christ, pour out His Spirit. The fire from Christ.
കന്യകാമറിയത്തിന് പിറന്ന Lord Jesus Christ, pour out your Spirit. The fire fingers soak with the precious. മരിച്ചവരുടെ ഇടയിൽ 3-ാം ദിനമേ സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തനായ പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Lord Jesus Christ, pour out your Spirit. The fire fingers soak with the precious blood. I cast disease and would cast it from you. By God the Father Almighty, who made heaven and earth as in the contain. Let the devices, power, device, legions, Satan's, sectors, and machinations be dispelled and torn far from you. Let me bless him, bringing health and body and peace and honor and family. And with the authority of the Catholic Church, with the power of Jesus Christ, with the merit of some holy priesthood, I bless the holy relics. കരമുയർത്തി മരമുയർത്തി ഹൃദയം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, മാരക രോഗങ്ങളിൽ കഴിയുന്നവരുണ്ട്, അവരെ സ്പർശിക്കുന്നതിനവർ നന്ദി പറയുന്നു. കർത്താവേ, തീരാവ്യാധിയിൽ കഴിയുന്നവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനസിക വിഷമതകളെല്ലാം കഴിയുന്നവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ആത്മാവിന്റെ സ്പർശനമുണ്ടാണ് പ്രാർത്ഥിക്കുന്നു. രോഗികളെ വേദികൾ കഴിയുന്നവര്, ജോലി നഷ്ടപ്പെട്ടവര്, മക്കളില്ലാത്തവര്, ഭവനരഹിതര്, തീരാവേദികളെല്ലാം സ്പർശിക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. സാക്ഷ്യം പറയാൻ വൈകിയതിന് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പേര് സൗമ്യ. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. 16/3/2024 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഒന്നാമത്തെ എൻ്റെ നിയോഗം, എനിക്ക് 6 വർഷമായിട്ട് അലർജി രോഗം ഉണ്ടായിരുന്നു. രാവിലെ ഞാൻ തുമ്മലോടുകൂടിയാണ് ഞാൻ എഴുന്നേക്കാറ്. തുമ്മിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് തുമ്മലായിരിക്കും, പിന്നെ പനിയാകും. അങ്ങനെ 3-4 ദിവസം അടുപ്പിച്ച് എനിക്ക് അങ്ങനെ വരാറുണ്ട്. അങ്ങനെ എല്ലാ ദിവസങ്ങളിലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പനിയായിരുന്നു. ഞാൻ ഒരുപാട് മരുന്നുകൾ ഉപയോഗിച്ചു, ഹോമിയോ ഉപയോഗിച്ചു. ഞാൻ എറണാകുളത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് മരുന്നില്ലാതെ ഒരു ദിവസം പോലും മുമ്പോട്ട് പോകത്തില്ലായിരുന്നു. അത്രയ്ക്ക് ഞാൻ അലർജി കാരണം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയപ്പോഴും ഞാൻ ആലോചിച്ചു രാവിലെ ഞാൻ എങ്ങനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാമെന്ന്. പക്ഷേ ഞാൻ പോലും അറിയാതെ എൻ്റെ അലർജി രോഗം പൂർണ്ണമായി സുഖപ്പെട്ടു. ഞാൻ വിശുദ്ധ തൈലവും ഉപ്പും തേനും ഉപയോഗിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് മാതാവ് അനുഗ്രഹിച്ച് ആ രോഗം എനിക്ക് പൂർണ്ണമായി സുഖപ്പെട്ടു. രണ്ടാമത്തത്, എൻ്റെ അമ്മയ്ക്ക് 50 വർഷമായിട്ട് പൈൽസ് രോഗം ഉണ്ടായിരുന്നു. പൈൽസിൻ്റെ വേദന വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വിറയിലാവുമായിരുന്നു, അതിനുശേഷം ബ്ലീഡിങ് ആവുമായിരുന്നു. അപ്പോൾ അത് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്ന കാര്യമാണ്. അത് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ഇപ്പം അമ്മയ്ക്ക് എല്ലാ ആഹാരങ്ങളും കഴിക്കാം. ഞാൻ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. ഏശയ്യ 45:2-3 ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധന ശേഖരവും ഞാൻ നിനക്ക് തരുമെന്ന വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. വേറെ ഒരുപാട് വചനങ്ങൾ എഴുതി ഞാൻ കണ്ടിന്യൂസ് വചനം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ അച്ഛൻ അതിൽ പറയുന്ന വചനങ്ങൾ എഴുതി വെച്ചിട്ട് ഉടമ്പടി ധ്യാനത്തിൽ വൈകുന്നേരം അത് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എനിക്ക് ലൈസൻസ് എടുക്കാൻ ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റിന് ആദ്യം ഡേറ്റ് കിട്ടിയ സമയത്ത് എൻ്റെ അച്ഛൻ മരിച്ചതുകൊണ്ട് എനിക്ക് ആ ഡേറ്റിന് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ രണ്ടാമത് പിന്നെ അവരെനിക്ക് വേറൊരു ഡേറ്റ് തന്നു. അങ്ങനെ ആ ഡേറ്റിന് ഞാൻ പോയെങ്കിലും എനിക്കൊരു കോൺഫിഡൻസും ഇല്ലായിരുന്നു. പക്ഷേ മാതാവിൻ്റെ കാശിരൂപം കൊണ്ട് ഞാൻ പോയിരുന്നു. പിന്നെ ഞാൻ തൈലം കൊണ്ട് കുരിശ് വരച്ചിട്ടായിരുന്നു പോയിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് വളരെ ഈസി ആയിട്ട് പാസ്സാവാൻ മാതാവ് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. പിന്നെ അച്ഛൻ മരിച്ച ശേഷം ഞങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി എനിക്കൊരു വിദേശ ജോലിക്ക് വേണ്ടിയിട്ട് നിയോഗം വയ്ക്കാമെന്ന്. അങ്ങനെ എനിക്കൊരു വിദേശ ജോലി വേണമെന്ന് വെച്ചു. പക്ഷേ ഞാൻ വിദേശ ജോലിക്ക് വേണ്ടിയുള്ള ഒരു കോഴ്സും പഠിച്ചിരുന്നില്ല. അപ്പോൾ എനിക്ക് മെറിറ്റ് ഇല്ലയെന്നും ഞാൻ എൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ ഇവിടെ കൊറോണ ആയതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂസ് ചൊല്ലുന്നുണ്ടായിരുന്നു.
ഞാൻ ഹിന്ദു ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പ്രാർത്ഥനയൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയ ശേഷം ഒരുപാട് പ്രാർത്ഥനകൾ ഞാൻ പഠിച്ചു. ജപമാല ചൊല്ലാൻ പഠിച്ചു. ബൈബിള് അരമണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂർ ഇരുന്ന് വായിക്കാൻ തുടങ്ങി. പിന്നെ ഉപവാസം എടുക്കാൻ തുടങ്ങി. 1 നേരം എന്നുള്ളത് 2 നേരമാക്കി. അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് ഞാൻ പിന്നീട് കൊറോണയ്ക്ക് ശേഷം ഇവിടെ വരുമ്പോൾ എനിക്ക് പോകാനുള്ള വിസിറ്റ് വിസയും ടിക്കറ്റുമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അതിനുശേഷം ഞാൻ ഇവിടുന്ന് ജോലി അന്വേഷിച്ച് പോയി. ഞാൻ അബുദാബിയിലേക്കാണ് പോയത്. ഞാൻ അവിടെ ചെന്ന് രാവിലെ ഒരു കുപ്പി വെള്ളവുമായിട്ട് ജോലി അന്വേഷിച്ച് പോകുമായിരുന്നു. ഞാൻ എൻ്റെ CV പല സ്ഥലങ്ങളിലും കൊടുത്തപ്പോഴും ഞാൻ മാതാവിൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരച്ചാണ് എൻ്റെ CV കൊടുത്തിരുന്നത്. എന്ത് ജോലിക്ക് കയറണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് ജോലി കിട്ടിയത് സ്കൂളിലായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ നല്ല സാലറിയോടുകൂടി മാതാവ് എനിക്ക് ജോലി തന്നു. എൻ്റെ വിസ തീരുന്നതിന് 3 ദിവസം മുമ്പ് മാതാവ് എനിക്ക് സ്ഥിര നിയമനത്തിലൊരു ജോലി തന്നു സഹായിച്ചു. അതുപോലെ തന്നെ ആ പൈസ കൊണ്ടും എൻ്റെ കടബാധ്യതകൾ തീരില്ലായിരുന്നു. അതുകൊണ്ട് മാതാവ് എനിക്ക് ഒരു പാർട്ട് ടൈം ജോലിയും കൂടി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതോടുകൂടി ഞങ്ങളുടെ കടബാധ്യതകളെല്ലാം തീർക്കുവാൻ അത് വലിയൊരു സഹായമായി. മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. അതുപോലെ എൻ്റെ വിവാഹത്തിന് വേണ്ടി 1 വർഷം മുമ്പേ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങുമായിരുന്നു. ഞാൻ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് ബസ്സിലിരിക്കുമ്പോൾ തന്നെ ഞാൻ ജപമാല ചൊല്ലുകയും ബൈബിള് വായിക്കുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് കൃപാസനത്തിൽ വരുന്ന ഒരു ഭവനത്തിൽ തന്നെ ഭവനത്തിലുള്ള ഒരാളിനെ തന്നെ ജീവിത പങ്കാളിയായി തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ ജനുവരി 2024 ജനുവരിയിൽ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു പുതിയ ജോലിക്ക് വേണ്ടിയിട്ട്. പിന്നെ എനിക്കൊരു കുഞ്ഞുണ്ട്, മോളാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് മോൾക്ക് ജ്യൂസ് കൊടുത്ത സമയത്ത് അവൾക്കെന്തോ വയറ്റിന് വയ്യാതായിട്ട് മോശം പോകുമ്പോൾ ബ്ലഡ് കലർന്ന് പോകാൻ തുടങ്ങി. അങ്ങനെ കിംസിലായിരുന്നു ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്ത്. അവർ പറഞ്ഞു കുഞ്ഞിൻ്റെ കുടലിന് ചുരുക്കം ഉണ്ടെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ അമ്മയ്ക്ക് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. മകൾക്ക് വയറ്റിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം സ്കാൻ റിപ്പോർട്ട് വന്നപ്പോൾ മോൾക്ക് വയറ്റിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് എനിക്ക് ശമ്പളം കിട്ടുമ്പോഴൊക്കെ ഞാൻ അനാഥാലയങ്ങളിലും മാനസിക രോഗികളുള്ള കേന്ദ്രങ്ങളിലും ആഹാരം കൊടുക്കുമായിരുന്നു. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അവിടെ ധനസഹായം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം ഞാൻ എല്ലായിടത്തും കൊടുക്കുമായിരുന്നു. ഇവിടുന്ന് ഞാൻ പോകുമ്പോഴും അവിടെ അബുദാബിയിൽ ഞാൻ കൊണ്ടുപോയി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലായിടത്തും പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഈശോയെ മറ്റുള്ളവർക്ക് അറിയാനുള്ള അവസരം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു. ഞാൻ ജോലിയിലായിരുന്നെങ്കിലും എൻ്റെ പ്രാർത്ഥന ഞാൻ മുടങ്ങാതെ കൂടുമായിരുന്നു. എല്ലാ ദിവസവും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കൂടുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. പിന്നെ കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് ആത്മീയമായി ഒരുപാട് വളരാൻ പറ്റി. പ്രധാനമായിട്ട് എൻ്റെ സ്വഭാവം എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പോൾ ദേഷ്യം എനിക്ക് പൂർണ്ണമായിട്ട് മാതാവ് മാറ്റി തന്നു. എന്നോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാൻ മാതാവ് എന്നെ പഠിപ്പിച്ചു. മാതാവിനെ പോലെ ചില സാഹചര്യങ്ങളിൽ എനിക്ക് മിണ്ടാതെ പ്രാർത്ഥനയിൽ ആയിരിക്കാൻ ഒരുപാട് സഹായിച്ചു. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി.